കൊള്ളാം, കുഴപ്പമില്ല. അതിനെക്കാട്ടി ജയറാമേട്ടൻ ഞെട്ടിക്കാണ്. പിന്നെ ആശാശരത്തിൻ്റെ ലാസ്റ്റ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ജയറാമേട്ടൻ്റെ പാപ്പമായ നല്ല ഫാമിലിക്ക് കാണാനുള്ള ഒരു കുടുംബ പടം. കണ്ടപ്പോൾ നമുക്കും വല്ലാതെ ഫീലായിപ്പോയി. കോമ്പിനേഷൻ രസമുണ്ട്, നല്ല രസമുണ്ട്, കൊള്ളാം. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ട്രിവാൻഡ്രം അൺഫിൽറ്റേഡ്. നമ്മളിന്ന് വന്നേക്കുന്നത് ജയറാമിൻ്റെയും കാളിദാസ് ജയറാമിൻ്റെയും ഏറ്റവും പുതിയ ചിത്രമായ ആശകളായിരം സിനിമയുടെ ഫസ്റ്റ് റിവ്യൂ എടുക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് എന്താണെന്ന് നോക്കാം. സെക്കൻഡ് ഹാഫ് പൊതുവെ തന്നെയും ഇങ്ങനെ കരഞ്ഞ് കാണായിരുന്നു. ഫാമിലിയായിട്ട് കാണാൻ പറ്റുന്ന പടമായിട്ടാണ് തോന്നിയത്. സിനിമ എന്ന് പറയുന്നത് എൻ്റെ ഒരു ജീവിതാനുഭവമാണ്. അതായത് എന്നെപ്പോലെ ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റുകൾ അഭിനയിക്കാൻ കഴിവുണ്ടായിരുന്നിട്ടും അവർക്ക് അവസരങ്ങൾ കിട്ടാതെ അവരെ ഉള്ളു പടയുന്ന ആ ഒരു വേദനയാണ് ഈ മൂവി എന്ന് പറയുന്നത്. അത് ജയറാമേട്ടൻ ആ ഒരു ക്യാരക്ടറും പിന്നെ കാളിദാസനും ആ ഒരു ക്യാരക്ടർ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ മനസ്സ് നിറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മളെ കണ്ണ് നിറയും. കാര്യം നല്ലൊരു കുടുംബ ചിത്രമാണെന്ന് എനിക്ക് പറയാനുള്ളൂ. കാര്യം എന്നെപ്പോലെ അവസരമുള്ള കഴിവുള്ള ആൾക്കാർക്ക് അവസരങ്ങൾ കൊടുക്കാതെ കുറേ മൈരവളികൾക്ക് അവസരങ്ങൾ കൊടുക്കരുത്. എനിക്ക് പറയാനുള്ളൂ. കാര്യം നമ്മുടെ ജീവിതാനുഭവമാണ്. എല്ലാവരും നല്ല പെർഫോമൻസ് ആയിരുന്നു. നല്ലൊരു ഫാമിലി മൂവിയാണ്. എല്ലാവരും വന്ന് കാണുക. എല്ലാവരും ആ സിനിമ കാണുമ്പോൾ എല്ലാവർക്കും ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോകുന്ന എല്ലാവർക്കും എന്തായാലും കണ്ണ് നിറയും. നല്ല രീതിയിൽ പടം നല്ല രീതിക്ക് വർക്കൗട്ടായിട്ടുണ്ട്. നമുക്ക് 2026 ഫസ്റ്റ് ഫാമിലി ഹിറ്റാണ്. ഫസ്റ്റ് ഹാഫ് നല്ല രീതിക്ക് ഹ്യൂമറായിട്ട് വർക്കായിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് നമ്മളെ ഫാമിലി എമോഷനാണ്. അച്ഛൻ്റെ മോൻ്റെ കോംബോ ഒക്കെ അടിപൊളിയായിട്ട് വർക്കായിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫിൽ തന്നെ ജയറാമേട്ടൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ സീനുണ്ട്. അതിനുശേഷം പടം നല്ല രീതിക്ക് അടിപൊളിയാണ്. ഫാമിലിയായിട്ട് വന്ന് കണ്ടിരിക്കും. കോമഡി നല്ല രീതിക്ക് വർക്കൗട്ടാണ്. പഴയ ജയറാമേട്ടൻ്റെ തന്നെ. പക്ഷേ ഓസറിന് ശേഷം പുള്ളി കുറേ നാൾ മലയാള സിനിമയിൽ കുറച്ച് ഹിറ്റില്ലാതെ കുറച്ച് ഫ്ലോപ്സ് ആയിരുന്നു വന്നത്. പിന്നെ ഓസ്ലറിന് ശേഷം പുള്ളി ഇതാണ് മലയാള പടം. ഇത് നല്ല രീതിക്ക് വർക്കൗട്ടായതുകൊണ്ട് കിടിലം പടം. കാളിദാസിൻ്റെ പെർഫോമൻസ് പുള്ളിയുടെ പെർഫോമൻസ് ബാക്കി നടന്മാരെ അപേക്ഷിച്ച് ഇത്തിരി ലോയാണ്. പക്ഷെ പുള്ളി ഈ സിനിമയിൽ കുറേ മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. പുള്ളിയുടെ അഭിനയം അടിപൊളിയാണ്. ഇതിൽ പ്രത്യേകിച്ച് പറയാം, ഇതിലും അങ്ങനെ പറയാം. പക്ഷേ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഷറഫുദ്ദീൻ്റെ ക്യാരക്ടർ നമ്മളിത് പറയാതെ വയ്യ. പുള്ളി കിടിലായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പുള്ളിയുടെ സ്കോർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ക്ലൈമാക്സിൽ അതിൻ്റെ കാളിദാസൻ അച്ഛനെ ഒരു വട്ടം ഒന്ന് കവച്ചു വയ്ക്കുന്ന ഒരു എക്സ്പ്രഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല ഫിലിം. കാരണം ഫാമിലിയായിട്ട് കാണാൻ പറ്റിയൊരു നല്ല മൂവിയാണ്. ക്യാമിയോ റോഡാണ് അല്ല, ഇന്നും ജയറാം തന്നെയാണ് അതിനകത്ത്, നോ ഡൗട്ട്. കാരണം എൻറ്റയർ ഏരിയ കംപ്ലീറ്റ് ജയറാമിൻ്റെ കോമഡി ഉൾപ്പെടെ ഡാൻസ് ഉൾപ്പെടെ നമുക്ക് ആ ഷാർജ ടു ഷാർജയിലെ പാട്ട് ഇതിനകത്ത് വന്നിട്ടുണ്ട്. അത് നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്, കിടിലമായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു രക്ഷയല്ല. കാരണം നമുക്ക് ഫാമിലിയായിട്ട് കാണാൻ പറ്റിയ ഒരു പടം തന്നെയാണ് ഇത്. ഇല്ല, സർപ്രൈസ് ക്യാമിയോ ആയിട്ടൊന്നുമില്ല. പടത്തിൻ്റെ ഉള്ളിൽ ലാലേട്ടനെ വീണ്ടും കാണിക്കുന്നുണ്ട്. അത് ചില ആൾക്കാർക്ക് കാരണം എന്നറിയാമോ, ലാലേട്ടൻ ആ രീതിയിൽ കണ്ടാൽ പോലും നമ്മൾ എത്രത്തോളം ഇമ്പ്രസ് ആവും എന്നുള്ളത് തിയേറ്ററിൽ നമുക്ക് കണ്ടുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. നല്ല ഫിലിം കാണാൻ പറ്റിയ പടം. ഫാമിലി മസ്റ്റ് വാച്ച്. കിടിലമായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. കോമഡി മാത്രമല്ല, നമുക്ക് സെൻറ്റിമെൻ്റൽ സീൻ വരെ നല്ല പെർഫെക്റ്റായിട്ട് എടുത്തിട്ടുണ്ട്. ആകെ നമുക്ക് ജയറാമേട്ടനോടൊപ്പം പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരൊറ്റ സീനെന്ന് പറയുന്നത് ആ ക്ലൈമാക്സിൽ കാളിദാസൻ കൊണ്ടുവന്ന ആ ഒരു എക്സ്പ്രഷൻ. ഓവറോൾ എല്ലാം എൻറ്റയർ ഏരിയ കംപ്ലീറ്റ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ലാഗൊന്നും അടിക്കത്തില്ല. നല്ല ഫിലിം, മസ്റ്റ് വാച്ച്, ഫാമിലി എൻ്റർടൈനർ. ജയറാമേട്ടൻ്റെ ഒരു പക്ക തിരി അച്ഛനും മകനുമായിട്ടുള്ള ആ ഒരു വല്ലാത്തൊരു നല്ല സിനിമ. യഥാർത്ഥത്തിൽ അച്ഛനും മകനും തന്നെയാണല്ലോ. അതെ, കുറച്ചുകൂടെ അച്ഛനാണ്. എവിടെയും അച്ഛനാണല്ലോ ൾക്ക് ഒരു വിജയം. നല്ല അടിപൊളി പടം. ഞാൻ ലാസ്റ്റ് അച്ഛൻ്റെ മകൻ്റെ ആ ഒരു വല്ലാത്തൊരു വിഷമമായി. ചിരിക്കാനും കൊള്ളാം. നല്ല ഫാമിലിക്ക് കാണാനുള്ള ഒരു കുടുംബ പടം. ശരി, നിൽക്കാൻ പറ്റിയില്ല. യഥാർത്ഥ ജയറാമിലെ നടനെ കാണാൻ പറ്റുന്നുണ്ട്. ജയറാം എങ്ങും പോയില്ലല്ലോ എന്നെ തിരിച്ചു വരാൻ. ഇവിടെ തന്നെ ഇല്ലേ. ദാറ്റ് ഈസ് വെരി രണ്ടുപേരും നല്ല അല്ല, സിനിമ ഒരു വേറൊരു ലെവലാണ്. ക്യൂട്ടാണ്. ഫാമിലി ഭയങ്കര ഇഷ്ടപ്പെടും. നല്ല രസമുണ്ട്. കണ്ടിട്ട് പറയാം, നിങ്ങളൊന്ന് കാണൂ. അത് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ബിക്കോസ് നല്ലൊരു ഫാമിലി, ഇറ്റ്സ് വെരി ക്യൂട്ട് മൂവി. ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് ഒരുപാട് അവസരം കൊടുക്കും. അല്ലാതെ കുറേ ഡാപ്പറോളികൾക്ക് അഭിനയിക്കാറുണ്ട്. ഡാപ്പറോളികൾക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. കാളിദാസ് ജയറാം എങ്ങനെയുണ്ട്? കൊള്ളാം, കുഴപ്പമില്ല. അതിനെക്കാട്ടി ജയറാമേട്ടൻ ഞെട്ടിക്കാണ്. പിന്നെ ആശാശരത്തിൻ്റെ ലാസ്റ്റ് ഒരു കിടിലൊരു കംബാക്ക് ഉണ്ട്. കിടില്ല, ഒന്നും പറയാനില്ല. എല്ലാവരും അത് കാണണം. അവർ രണ്ടുപേരുടെ കോംബോ ആയാലും വളരെ നല്ലതാണ്. ആശകളായാലും മൊത്തത്തിലൊരു നല്ല സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. താങ്ക് യു സോ മച്ച്. ഇടയ്ക്കൊരു ഇത്തിരി ലാഗുണ്ടെങ്കിലും അവസാനമൊക്കെ എത്തുമ്പോൾ നല്ല രീതിക്ക് എല്ലാവരും അഭിനയിച്ചിട്ടുണ്ട്. നല്ല പടം. ഫാമിലി മൂവിയാണ്. പിന്നെ ജയറാമിൻ്റെ നല്ലൊരു അഭിനയം കാണാൻ പറ്റി. തിരിച്ചു വരുമെന്ന് പറയാം.
കേട്ടില്ല. കാളിദാസ് ജയറാം തുടക്കം ഒത്തിരി ഇതായിട്ട് പക്ഷെ അവസാനമൊക്കെ എത്തുമ്പോൾ പുള്ളിയുടെ ഒരു പൊട്ടൻഷ്യൽ കാണാൻ പറ്റുന്നുണ്ട്.